പാക് അധീന കശ്മീർ ഇന്ത്യയുടെ കയ്യിലേക്ക് എന്നെത്തും എന്നുള്ള ചോദ്യം നമ്മൾ പലപ്പോഴായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. എന്നാൽ ഇന്ന് വിചിത്രമായ ഒരു സംഭവം നടന്നു. ഉടനെ തന്നെ പാക് അധീന കശ്മീർ ഇന്ത്യയുടെ കയ്യിലെത്തുമോ എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു സംഭവം. പക്ഷേ ആ പാക് അധീന കശ്മീർ ഇന്ത്യയുടെ കയ്യിലേക്ക് എത്തുന്നത് ഒരു ശിഷ്യൻ ഗുരുവിന് കൊടുക്കുന്ന ഗുരുദക്ഷിണയായി കൂടെയാണ്. സംഭവം എന്താണെന്നല്ലേ നമുക്കത് വിശദമായി തന്നെ ഒന്ന് പരിശോധിക്കാം. അതായത് ആത്മീയ നേതാവായിട്ടുള്ള ജഗദ്ഗുരു റാം ഭദ്രാചാര്യ, ഈ റാം ഭദ്രാചാര്യയെ സന്ദർശിക്കാൻ എത്തിയതാണ് നമ്മുടെ കരസേനാ മേധാവി. ഈ കരസേനാ മേധാവി അവിടെ എത്തിയപ്പോഴുണ്ടായ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മധ്യപ്രദേശിലെ ചിത്രകൂടിലുള്ള ആശ്രമത്തിലാണ് ആത്മീയ നേതാവ് ജഗദ്ഗുരു റാം ഭദ്രാചാര്യയിൽ നിന്ന് അനുഗ്രഹം കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി തേടിയത്. ഈ അനുഗ്രഹം അദ്ദേഹം ഈ കരസേനാ മേധാവി ഏറ്റുവാങ്ങിയപ്പോൾ ഗുരുദക്ഷിണയായി അദ്ദേഹത്തിന് കൊടുത്ത ഒരു ഉറപ്പാണ്, താങ്കൾക്ക് ഞാൻ പാക് അധീന കശ്മീർ ഗുരുദക്ഷിണയായി കാൽക്കൽ കൊണ്ടുവയ്ക്കും എന്നുള്ളത്. ബുധനാഴ്ച ആശ്രമ സന്ദർശന വേളയിൽ ജനറൽ ദ്വിവേദി പറഞ്ഞത് സീതയെ രക്ഷിക്കാൻ രാവണന്റെ വാസസ്ഥലമായിട്ടുള്ള പുരാണ ലങ്കയിലേക്ക് ഹനുമാൻ പോകുന്നതിന് മുമ്പ് നൽകിയ അതേ രാമമന്ത്ര ദീക്ഷയാണ് തനിക്ക് ലഭിച്ചതെന്ന്. അവർ ഒരു ആത്മീയ ചർച്ചയും നടത്തി. സൈനിക മേധാവി ആശ്രമത്തിലെ സന്യാസിമാരുമായും വിദ്യാർത്ഥികളുമായും സംസാരിച്ചു. അതായത് ഈ സ്വാമിജിയുടെ അടുത്ത് വന്നപ്പോൾ നമ്മുടെ കരസേനാ മേധാവിക്ക് ലഭിച്ചത് രാവണന്റെ വാസസ്ഥലമായിട്ടുള്ള ലങ്കയിലേക്ക് ഹനുമാൻ പോകുമ്പോൾ ഹനുമാന് ലഭിച്ച അതേ രാമമന്ത്ര ദീക്ഷയാണ് തനിക്ക് ലഭിച്ചത്. അതുകൊണ്ട് ഗുരുദക്ഷിണയായി അദ്ദേഹത്തിൻ്റെ കാൽക്കൽ ഞാൻ പാക് അധീന കശ്മീർ കൊണ്ടുവയ്ക്കും. രാമഭദ്രാചാര്യ ജനറൽ ദ്വിവേദിയിൽ നിന്ന് പാക് അധീന കശ്മീരിലെ ഒരു ഗുരുദക്ഷിണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏപ്രിൽ 22 പഹൽഗാമിൽ 26 സാധാരണക്കാർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് മറുപടിയായി മെയ് 7 ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിന് ആഴ്ചകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന വന്നത്. അതായത് പാക് അധീന കശ്മീർ എനിക്ക് വേണം, ഇതാണ് ഗുരുദക്ഷിണ. നമുക്കറിയാം പലതരം ഗുരുദക്ഷിണയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. മഹാഭാരതത്തിലടക്കം ഏകലവ്യനോട് ദ്രോണാചാര്യൻ ചോദിച്ചത് ഏകലവ്യൻ്റെ പെരുവിരൽ വേണം എന്നാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് രാമമന്ത്ര ദീക്ഷ കൊടുത്തപ്പോൾ ഈ ഗുരു ഇദ്ദേഹത്തിനോട് പറഞ്ഞത് എനിക്ക് ഗുരുദക്ഷിണയായി പാക് അധീന കശ്മീർ കൊണ്ടുവരണം എന്നുള്ളതാണ്. എന്തായാലും പാക് അധീന കശ്മീർ ഉടനെ തന്നെ ഇന്ത്യയുടെ ഭാഗമാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.